ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജെനി. പേരില്ലൂർ പ്രീമിയർ ലീഗ്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്നിരുന്നാലും ഇതൊരു ലീഗ് തന്നെയാണ്, ഒരു പ്രീമിയർ ലീഗ് തന്നെയാണ്. അത് വളരെ കൺവിൻസിങ് ആയ രീതിയിൽ തന്നെ ഇവരിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രീമിയർ ലീഗ് പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ആ നാടിനെ കുറിച്ച് നരേഷൻ, നിഖില വിമലിന്റെ വോയിസിൽ തന്നെയുള്ള നരേഷനും പ്ലസ് അതിന്റെ കൂടെ വന്നിട്ടുള്ള വിഷ്വൽസും, ഒരു ആനിമേറ്റഡ് വിഷ്വൽസ് ആണ്. അതും ഭയങ്കര രസമായിട്ട് തോന്നി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നാടും ഒരു എന്തായിരിക്കും ഇവിടുത്തെ നാട്ടുകാർ, അല്ലെങ്കിൽ ആ ഒരു നാടിന്റെ ഏകദേശം ഒരു സ്കെച്ച് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ഒരു 100% കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അതിന്റെ വിഷ്വൽസും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നിഖില വിമലിന്റെയും അതുപോലെ നമ്മുടെ നായകനായിട്ടുള്ള സണ്ണി വെയിന്റെയും ഇൻട്രൊഡക്ഷൻ വന്നു എന്ന് മാത്രമല്ല, ഇതൊരു കോമഡി സീരീസ് ആണെന്നുള്ളത് 100% എന്താ പറയാ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അത്രയും രസകരമായിട്ടുള്ള കോമഡിയും അവരുടെ പെർഫോമൻസും സണ്ണി വെയിനൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് തന്നെ ഭയങ്കര ഇംപ്രഷനാണ് തന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് 6 എപ്പിസോഡുകൾ, അതായത് ആദ്യത്തെ എപ്പിസോഡ് മുതൽ 7 എപ്പിസോഡുകളുണ്ട്. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. കാരണം ഓരോ കഥാപാത്രത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവം, അവരുടേതായിട്ടുള്ള ചില രീതികൾ, ഇതൊക്കെ വ്യക്തമായിട്ട് ഈ ഒരു 7 എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം ഒരാളെ കാണുമ്പോൾ നമുക്കറിയാം ഇയാള് പറയുന്ന രീതി എന്തായിരിക്കും, ഇയാളുടെ ഒരു 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 സ്വഭാവം എന്താണ്, അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു സീനിൽ വരുമ്പോൾ ഇയാളുടെ പെർഫോമൻസ് ഇവിടെ എങ്ങനെയായിരിക്കും, അതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരാളെന്ന രീതിയിൽ നമുക്ക് അത്രയും ഒരു സുപരിചിതനായിട്ടുള്ള ഒരാളെ കാണുന്ന ഒരു ഒരു ഫീൽ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കോമഡി, ഈ കോമഡി സീരീസ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും കോമഡി ആയിരിക്കും. അതൊരു 80% വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല മനസ്സറിഞ്ഞ് ചിരിക്കാവുന്ന രീതിയിലുള്ള നല്ല രസകരമായിട്ടുള്ള ഒരുപാട് തമാശകളുണ്ട്. പക്ഷെ ചിലതൊക്കെ ആ ഏറ് കറക്റ്റ് കൊള്ളാതെ പോയി. അത് എസ്പെഷ്യലി ഇതിന്റെ ഈ അവസാന ഭാഗത്തൊക്കെ വരുന്ന ഒരു കോഴീന്റെ പിറകെ ഒരു ടൈലർ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഓടുന്ന സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ അനാവശ്യമായിട്ട് കുറേ കാണിച്ച പോലെ തോന്നി. അത്രയും ടൈമൊന്നും വെറുതെ അങ്ങോട്ട് വേസ്റ്റ് ആക്കേണ്ടില്ലായിരുന്നു തോന്നി. അങ്ങനത്തെ 2-3 സംഭവങ്ങളുണ്ട്. അത് അത്ര നേരം അങ്ങോട്ട് ഒരു ലാഗ് അടിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ചു നേരം ഒന്ന് കാണിച്ചിട്ട് അത് ഒഴിവാക്കാമായിരുന്ന രീതിയിൽ തോന്നുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. തമാശന് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് അത്രമാത്രം ഒരു ഒരു സുഖം കിട്ടിയില്ല. പക്ഷെ ബാക്കി സംഭവങ്ങളെല്ലാം അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു നാട്, ആ നാടിന്റെ ഒരു ഭംഗി, അവിടുത്തെ ആളുകൾ, അവിടുത്തെ സ്വഭാവങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സിറ്റുവേഷനിലും മാക്സിമം കോമഡി കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ തിരക്കഥാകൃത്തും ഡയറക്ടറും ഒക്കെ വിഷ്വലി ആണെങ്കിലും എഴുത്തിലാണെങ്കിലും ഡയലോഗ്സിലൊക്കെ ആണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ എല്ലാ കഥാപാത്രങ്ങളും വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ സെലക്ഷനും അടിപൊളിയായിരുന്നു. ആ പ്ലേസ്മെന്റും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ നാടിന്റെ ഭംഗി മാക്സിമം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നിഖില വിമലിന്റെ പെർഫോമൻസും സണ്ണി വെയിന്റെ പെർഫോമൻസും ആണ്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നിഖില വിമലൊക്കെ മെച്ചൂർഡ് ആകേണ്ട സ്ഥലങ്ങളിൽ മെച്ചൂർഡ് ആയിട്ടും ചില സ്ഥലത്ത് ക്യൂട്ട്നെസ് വരേണ്ട സ്ഥലങ്ങളിൽ ക്യൂട്ട്നെസ് ആയിട്ടും ഒക്കെ ആ കഥാപാത്രത്തിനോട് ഒരു 100% നീതി പുലർത്തിയുള്ള രീതിയിൽ തന്നെയാണ് പെർഫോമൻസ്. ഈ സണ്ണി വെയിനിലേക്ക് വരുമ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം. വേല എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വേറൊരു ഷെയ്ഡ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും ആ കോമഡി കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കഥാപാത്രം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. ആ രീതിയിൽ ആ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ചില മൂളലും അതൊക്കെ കറക്റ്റ് തമാശയായിട്ട് അനുയോജ്യമായിട്ട് ഇങ്ങനെ ചേർന്ന് യോജിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് വിജയരാഘവന്റെ കഥാപാത്രമാണ്. അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് ആയ കഥാപാത്രം തന്നെയാണ്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ സിനിമകളിലും എന്തിൽ വന്നാലും പുള്ളിക്കാരന്റെ കഥാപാത്രം അത് അത്രയും 100% കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ സീരീസിലും വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കഥാപാത്രമാണ് അശോകേട്ടന്റെ കഥാപാത്രം. ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു തമാശയായിട്ടും അദ്ദേഹത്തിന്റെ പല സംഭവങ്ങളും നമ്മൾ കാണിക്കുമ്പോഴും അതിനൊക്കെ കോമൺ ആയിട്ട് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാണിക്കാറുണ്ട്. തമാശ രൂപേണ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പോലും പല ആളുകൾക്കും കിട്ടേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഇതിന്റെ ഏറ്റവും അവസാനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. നിഖില ഈ അശോകനോട് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോഴും പുള്ളിക്കാരൻ വരുന്ന
എന്നൊക്കെ നമുക്ക് അടുത്ത ഇലക്ഷനിൽ കാണാം. അത്രേ ഉള്ളൂ പുള്ളിക്കാരൻ. അവിടെ എത്ര തോൽവി വന്നു കഴിഞ്ഞാലും എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇനിയും ടൈം ഉണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അത് ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട്. തമാശ രൂപേണയാണ് കാണിച്ചിട്ടുള്ളത്, എന്നാൽ പോലും അതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പലപ്പോഴും തോന്നി. അങ്ങനെ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെ തോന്നി. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ അജു വർഗീസിന്റെ കഥാപാത്രമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു കഥാപാത്രം. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അതായത് ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം തിളച്ച വെള്ളത്തിൽ വീണ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും വെള്ളത്തിൽ ചാടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നേക്കാം. പക്ഷെ ഇവിടെ വീണ്ടും എത്ര തിളച്ച വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാലും വീണ്ടും 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 ചാടുന്ന പൂച്ചകളാണുള്ളത്. അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ പറയുന്ന പോലെ ഈ നാട്ടുകാര്, ഇവിടുത്തെ നാട്ടുകാരുടെ സ്നേഹം, ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു രീതികൾ, ഇതൊക്കെ പറയുന്നത് ആ തുടക്കത്തിൽ നരേഷനിൽ പറയുന്ന കാര്യം ഇതിന്റെ എൻഡ് വരെ ഒരേ ഫ്ലോയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഷോട്ടുകൾ, ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ചില മ്യൂസിക്കുകൾ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആളുടെ പേര് എനിക്കറിയാത്തതുകൊണ്ടാണ്, നമ്മുടെ സണ്ണി വെയിന്റെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുള്ള, നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ എനിക്ക് പേര് കിട്ടാത്തതുകൊണ്ടാണ്. പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാ കഥാപാത്രങ്ങളും അവർക്ക് കിട്ടിയ ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു സീരീസ് ആണ് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഒരു ഇടയ്ക്ക് വെച്ച് ചില സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്ന ഒരു പ്രതീതി കാണാനിടയായി. കാരണം ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ചില സാധനങ്ങൾ കുത്തിക്കയറ്റിയതും അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് വലിച്ചു നീട്ടിയതൊക്കെ നമ്മൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു തോന്നി. ആ ഒരു ഫ്ലോ നഷ്ടപ്പെടലും ആ ഒരു വലിച്ചു നീട്ടലും ഒഴിച്ചു നിർത്തിയാൽ ഇതൊരു വളരെ മികച്ചൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊരു 8 out of 10 കൊടുക്കാൻ തോന്നുന്ന ഒരു സീരീസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ